അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹിൽ ഫായിസീന ബിറിദല്ലാഹ്. അമ്മാ ബഅദ്. ആദരണീയരായ സഹോദരങ്ങളെ, 2026 മാർച്ച് മാസം 6-ാം തീയതി റബ്ബി ജഅൽ ഹാദൽ ബലദ ആമിന, അല്ലാഹുവേ ഈ നാടിനെ നീ നിർഭയത്വം നിറഞ്ഞതാക്കണമേ എന്ന പ്രാർത്ഥനയാണ് ജുമാ ഖുതുബയുടെ പ്രമേയം. അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കുവാൻ എല്ലാവരെയും ഓർമ്മപ്പെടുത്തുകയാണ്. വിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറഞ്ഞിരിക്കുന്നത്, വഇൻ തസ്ബിറൂ വതത്തഖൂ ലാ യദുറുക്കും കൈദുഹും ശൈഅ ഇന്നല്ലാഹ ബിമാ യഅമലൂന മുഹീത്ത് എന്നാണ്. നിങ്ങൾ ക്ഷമിക്കുകയും സൂക്ഷ്മത പാലിക്കുകയുമാണെങ്കിൽ അവരുടെ കുതന്ത്രം നിങ്ങൾക്കൊരു ദോഷവും ചെയ്യുകയില്ല. അവർ ചെയ്യുന്നതൊക്കെയും സൂക്ഷ്മമായി അറിയുന്നവനാണ് അല്ലാഹു. ഏറെ ആദരണീയരായ നോമ്പുകാരെ, ഈ പവിത്രമായ സന്ദർഭത്തിൽ നാം സൂറത്ത് ഇബ്രാഹിമിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം തന്നെ നടത്തിയ ഒരു പ്രാർത്ഥന അല്ലാഹു പരാമർശിച്ചിരിക്കുന്നതിനെ കുറിച്ച് ആലോചിക്കുകയാണ്, വിചിന്തനം നടത്തുകയാണ്. ഖലീലുർ റഹ്മാൻ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം നടത്തിയിരിക്കുന്ന അനുഗ്രഹപൂർണമായ ആ പ്രാർത്ഥന ഇങ്ങനെയാണ്: റബ്ബി ജഅൽ ഹാദൽ ബലദ ആമിന, അല്ലാഹുവേ ഈ നാടിനെ നീ നിർഭയത്വമുള്ളതാക്കണമേ. വിശുദ്ധ ഖുർആനിൽ 2 ഇടങ്ങളിൽ ഈ പ്രാർത്ഥന പരാമർശിക്കുക വഴി അതിന് ചിരകാല പ്രതിഷ്ഠ നൽകിയിരിക്കുകയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. നിർഭയത്വത്തിൻ്റെയും സുരക്ഷിതത്വത്തിൻ്റെയും പ്രാധാന്യം നമ്മളൊക്കെ മനസ്സിലാക്കിയ ഒരു സാഹചര്യമാണ് ഇന്നു നമ്മുടെ മുന്നിലുള്ളത്. വിശിഷ്യ നമുക്കൊക്കെ പ്രിയങ്കരമായ നമ്മുടെ രാജ്യം അല്ലാഹു അതിന് സംരക്ഷണവും കാവലും ഒരുക്കട്ടെ എന്ന് നാം പ്രാർത്ഥിക്കുന്ന സന്ദർഭത്തിൽ തന്നെ ഭീരുക്കളും വഞ്ചകരുമായ ഒരു വിഭാഗം ആളുകളിൽ നിന്ന് ഒരിക്കലും നീതീകരിക്കാനാവാത്ത ഭീകരപ്രവർത്തനങ്ങൾക്ക് വിധേയമായിരിക്കുകയാണ്. വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുള്ളതുപോലെ അവരെക്കുറിച്ച് നമുക്ക് പറയുവാനുള്ളത്, ലാ യർഖുബൂന ഫീ മുഅ്മിനിൻ ഇല്ലൻ വലാ ദിമ്മ വഉലൈക ഹുമുൽ മുഅ്തദൂൻ. സത്യവിശ്വാസികളുടെ കാര്യത്തിൽ രക്തബന്ധമോ സന്ധി വ്യവസ്ഥയോ അവർ പരിഗണിക്കുന്നില്ല. അവർ തന്നെയാണ് അതിക്രമികൾ. നിർഭയരായിരിക്കുന്ന സാധാരണക്കാരെ, അള്ളാഹുവിന് മുന്നിൽ സുജൂദ് ചെയ്തും റുകൂഅ് ചെയ്തുമിരിക്കുന്ന പാവങ്ങളെയാണ് അവർ ലക്ഷ്യം വെച്ചത്. അതുവഴി ഉടമ്പടികളാണ് അവർ തകർത്തെറിയുന്നത്. ഖുർആൻ പറഞ്ഞതുപോലെ, യൻഖുദൂന അഹ്ദല്ലാഹി മിൻ ബഅദി മീസാഖിഹി വയഖ്തഊന മാ അമറല്ലാഹു ബിഹി അൻ യൂസല വയുഫ്സിദൂന ഫിൽ അർദ് ഉലൈക ഹുമുൽ ഖാസിറൂൻ. അള്ളാഹുവുമായി കരാർ ഉറപ്പിച്ച ശേഷം അതവർ ലംഘിക്കുന്നവരാണ്. അള്ളാഹു കൂട്ടിയിണക്കാൻ കൽപ്പിച്ചതിനെ വേർപ്പെടുത്തുന്നവരാണവർ. ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കുന്നവർ, നഷ്ടം വരാനിരിക്കുന്നവരും അവർ തന്നെ. അയൽവാസിയുടെ അവകാശങ്ങളെ അവർ പരിഗണിക്കുന്നില്ല. വിശുദ്ധമായ റമളാനിൻ്റെ പവിത്രതയെപ്പോലും അവർ അവഗണിക്കുന്നു. ഏതു മതമാണ് അവർക്കക്രമങ്ങളെ നിയമവിധേയമാക്കി കൊടുക്കുന്നത്? ഏതു വിശ്വാസമാണ് പാവങ്ങളുടെ രക്തം അവർക്കനുവദനീയമാക്കി കൊടുക്കുന്നത്? ഖുൽ ബിഅ്സ മാ യഅ്മുറുകും ബിഹി ഈമാനുകും ഇൻ കുൻതും മുഅ്മിനീൻ. നിങ്ങൾ വിശ്വാസികളാണെങ്കിൽ നിങ്ങളുടെ വിശ്വാസം നിങ്ങളോട് കൽപ്പിക്കുന്ന ഇക്കാര്യങ്ങൾ അതിനീചമായിരിക്കുന്നു എന്ന് ഖുർആൻ സാക്ഷ്യപ്പെടുത്തുന്നു. ഏതു ധാർമ്മികതയാണ് സഖ്യത്തിലുള്ളവരുമായി അതിക്രമം കാണിക്കുന്നതിനെ നീതീകരിക്കുന്നത്? ഏതു ഇസ്ലാമാണ് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ട് വരുത്തുന്നതിനെ സമ്മതിക്കുന്നത്? കാരുണ്യത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ദൂതനായ പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചത് അൽ മുസ്ലിമു മൻ സലിമൻ നാസു മിൻ ലിസാനിഹി വയദിഹി എന്നല്ലേ? അതായത് മുസ്ലിം എന്നാൽ ആളുകൾക്ക് മുഴുവൻ സ്വന്തം നാവിൽ നിന്നും സ്വാധീനത്തിൽ നിന്നും സുരക്ഷ നൽകുന്നവനാണ് എന്ന്. ഈ അനുഗ്രഹീതമായ നാട്ടിൽ ജീവിക്കുന്ന പ്രിയപ്പെട്ടവരെ, ഈ രാജ്യം കരുത്തിൻ്റെയും അന്തസ്സിൻ്റെയും ആഭിജാത്യത്തിൻ്റെയും ഇടമാണെന്ന് നിങ്ങൾക്കു നാം സന്തോഷ വാർത്ത നൽകുകയാണ്. ഇത് അപ്രതിരോധ്യമായ കോട്ടയാണ്, ഉറച്ച പർവ്വതമാണ്. പ്രതിസന്ധികൾ
ഈ രാജ്യത്തിനു കരുത്തേ വർദ്ധിപ്പിക്കൂ. വെല്ലുവിളികൾ ഈ നാടിനെ കൂടുതൽ ശക്തമാക്കുകയാണ്. ഞെരുക്കങ്ങളും പിരിമുറുക്കങ്ങളും ഈ നാടിൻ്റെ മക്കളെ കൂടുതൽ അടുപ്പിക്കുകയും അവർക്കിടയിൽ ഇഴയടുപ്പം വർദ്ധിപ്പിക്കുകയുമാണ്. കൽബുനിയാനി യശുദ്ദു ബഅ്ദുഹു ബഅ്ദാ, ഒരു കെട്ടിടത്തിൻ്റെ ചുമരുപോലെ അവർ പരസ്പരം ശക്തി പകർന്നുകൊണ്ടിരിക്കുകയാണ്. ഈ മണ്ണിൽ ജീവിക്കുന്ന ഓരോ മനുഷ്യരും അള്ളാഹുവിലുള്ള അവരുടെ വിശ്വാസം കൊണ്ട്, അവരുടെ രാജ്യത്തിൻ്റെ നേതൃത്വത്തിലുള്ള ശുഭപ്രതീക്ഷ കൊണ്ട്, രാഷ്ട്രത്തിൻ്റെ പ്രസിഡന്റിനോടുള്ള അവരുടെ സ്നേഹം കൊണ്ട് അവരിൽ അള്ളാഹുവിൻ്റെ ഈ വാചകം സത്യസന്ധമാവുകയാണ്. അല്ലദീന ഖാല ലഹുമുന്നാസ് ഇന്നന്നാസ ഖദ് ജമഉ ലക്കും ഫഖ്ശൗഹും ഫസാദഹും ഈമാനാ വഖാലൂ ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ ഫൻഖലബൂ ബിനിഅമതിൻ മിനല്ലാഹി വഫദ്ൽ ലം യംസസ്ഹും സൂ വത്തബഉ റിദ്വാനല്ലാഹ് വല്ലാഹു ദൂ ഫദ്ലിൻ അളീം. ജനങ്ങളെല്ലാം നിങ്ങൾക്കെതിരിൽ സംഘടിച്ചിരിക്കുന്നു, അതുകൊണ്ട് നിങ്ങൾ അവരെ പേടിക്കണമെന്ന് ആളുകൾ അവരോട് പറഞ്ഞപ്പോൾ അതവരുടെ വിശ്വാസം വർദ്ധിപ്പിക്കുകയാണുണ്ടായത്. അവർ തിരിച്ചു പറഞ്ഞു, ഞങ്ങൾക്കല്ലാഹു മതി, ഭാരമേൽപ്പിക്കാൻ ഏറ്റവും നല്ലവൻ അവനാണ്. അങ്ങനെ അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ടും ഔദാര്യം കൊണ്ടും ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാവാതെ അവർക്കു മടങ്ങിപ്പോരാനായി, അള്ളാഹുവിൻ്റെ പ്രീതിയെ അനുധാവനം ചെയ്തുകൊണ്ട് അവർക്കു മുന്നേറാനായി. അതിമഹത്തായ ഔദാര്യത്തിനുടമയാണ് അള്ളാഹു. ഈ രാജ്യത്തിൻ്റെ ആദരണീയമായ നേതൃത്വം ദീർഘദൃഷ്ടിയും യുക്തിമതിത്വവും പ്രകടിപ്പിച്ചു കഴിഞ്ഞു. വമൻ യുഅ്തൽ ഹിക്മത ഫഖദ് ഊതിയ ഖൈറൻ കസീറ, ഏതൊരാൾക്ക് യുക്തിമതിത്വം നൽകപ്പെടുന്നുവോ വലിയ നന്മകളാണ് അവർക്കു നൽകപ്പെട്ടിരിക്കുന്നത്. ഈ രാജ്യത്തെ പ്രിയപ്പെട്ട ജനങ്ങൾ തികഞ്ഞ ഉത്തരവാദിത്വവും അവബോധവും പ്രകടിപ്പിച്ചു കഴിഞ്ഞു. ഈ രാജ്യത്തോടുള്ള സത്യസന്ധമായ സ്നേഹം അവർ വ്യക്തമാക്കി. സമ്പൂർണ്ണ പ്രതിബദ്ധതയുടെ സുന്ദരമായ അധ്യായങ്ങൾ അവർ തുന്നിച്ചേർത്തു. ഈ നാടിൻ്റെ ധൈര്യശാലികളായ സൈന്യം പ്രതിരോധ ശേഷിയുടെ, സന്നദ്ധതയുടെ, സുസജ്ജതയുടെ ഏറ്റവും ഉന്നതമായ പാഠങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നു. രാജ്യത്തിൻ്റെ ചരിത്രത്തിൽ മുമ്പ് കണ്ടിട്ടില്ലാത്ത സുന്ദരമായ അധ്യായങ്ങളാണ് അവർ രചിച്ചിരിക്കുന്നത്. യഥാർത്ഥ പ്രതിബദ്ധതയും രാജ്യത്തിനു വേണ്ടിയുള്ള സമർപ്പണവും എന്താണെന്ന് അവരിൽ നിന്നു നാം മനസ്സിലാക്കുകയാണ്. അത്തരം ധീരന്മാർക്കാണ് നമ്മുടെ പ്രവാചകർ ഇങ്ങനെ സന്തോഷവാർത്ത നൽകുന്നത്. മൗഖിഫു സഅത്തിൻ ഫീ സബീലില്ലാഹ് ഖൈറുൻ മിൻ ഖിയാമി ലൈലത്തിൽ ഖദ്ർ ഇൻദൽ ഹജറിൽ അസ്വദ്. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ 1 മണിക്കൂർ സമയം നാം ഒരു പ്രതിസന്ധിയെ നേരിടുന്നത് ലൈലത്തുൽ ഖദ്റിന് ഹജറുൽ അസ്വദിനു സമീപം നിന്നു നിസ്കരിക്കുന്നതിനേക്കാൾ ഏറെ പുണ്യകരമാണ്. അതുകൊണ്ട് പ്രിയമുള്ള സത്യവിശ്വാസികളെ, നാം അള്ളാഹുവിനെ ധാരാളമായി സ്മരിക്കുക, രാവിലും പകലിലും അവൻ്റെ പരിശുദ്ധിയെ വാഴ്ത്തുക, വിശുദ്ധ ഖുർആൻ പതിവായി പാരായണം ചെയ്യുക. അങ്ങനെ നമ്മുടെ ഹൃദയം സമാധാനം കൈവരിക്കും, നമ്മുടെ മനസ്സിന് ആശ്വാസമുണ്ടാകും. അള്ളാഹു ചെയ്തു തന്ന അനുഗ്രഹങ്ങളെ ഓർക്കുക, സ്രഷ്ടാവിൻ്റെ കാരുണ്യങ്ങൾക്ക് കൃതജ്ഞതയുള്ളവരാവുക. നാം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന നിർഭയത്വത്തിന് അള്ളാഹുവിനെ സ്തുതിക്കുക. ഭുജിക്കാനുള്ള അന്നവും ജീവിത സന്ധാരണ മാർഗവും എപ്പോഴും ഉണ്ടല്ലോ എന്നതിന് അള്ളാഹുവിനോട് നന്ദി പ്രകടിപ്പിക്കുക. അവ എപ്പോഴും നിലനിൽക്കുവാൻ ഉത്തരവാദിത്വ ബോധത്തോടെ പ്രവർത്തിക്കുക. രാജ്യത്തു നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ഉത്തരവാദപ്പെട്ട കേന്ദ്രങ്ങളിൽ നിന്നു മാത്രം വിവരങ്ങൾ സ്വീകരിക്കുക. ഭീരുക്കളും സംശയം ജനിപ്പിക്കുവാനായി പ്രവർത്തിക്കുന്നവരും പടച്ചുവിടുന്ന അപവാദങ്ങളെ അവഗണിക്കുക. അവയെ വിശ്വസിക്കാതിരിക്കാൻ ബദ്ധശ്രദ്ധാലുക്കളാവുക. അത്തരം തെറ്റായ വാർത്തകൾ ഒരു കാരണവശാലും നാം പ്രചരിപ്പിക്കാതിരിക്കുക. ഔദ്യോഗിക കേന്ദ്രങ്ങളിൽ നിന്നു ലഭിക്കുന്ന നിർദ്ദേശങ്ങളെ പൂർണ്ണമായി അനുസരിക്കുക. നമ്മുടെ കുടുംബത്തോടൊത്ത് സമാധാനത്തോടെ നല്ല നിമിഷങ്ങൾ സൃഷ്ടിക്കുക. അങ്ങനെ വീടകങ്ങളിൽ ശുഭാപ്തി വിശ്വാസവും പോസിറ്റീവ് ചിന്തകളും ഉണ്ടാവട്ടെ. ആശ്വാസത്തോടെ, ആത്മവിശ്വാസത്തോടെ ദൈനംദിന ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുക.
ഈ രാജ്യം നമ്മയോർത്ത് അഭിമാനം കൊള്ളുന്നുവെന്ന് നാം മനസ്സിലാക്കുക. ഇത് നന്മയുടെ ഔദാര്യത്തിൻ്റെ മണ്ണാണ്. മാന്യന്മാർക്കേ ഈ മണ്ണിനെ ഇഷ്ടപ്പെടാനാവൂ. നീചന്മാർക്കേ ഇതിനോട് വെറുപ്പ് പ്രകടിപ്പിക്കാനാവൂ. രാജ്യത്തിൻ്റെ മഹത്വം ഉൾക്കൊള്ളുക. ആ നന്മകൾ നിലനിൽക്കുവാനായി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക. എപ്പോഴും ഹസ്സൻതുക ബിസ്മില്ലാഹി യാ വതൻ എന്നു പറഞ്ഞുകൊണ്ടേയിരിക്കുക. അള്ളാഹുവിൻ്റെ നാമം കൊണ്ട് രാജ്യമേ നിനക്കു ഞാൻ കാവലൊരുക്കുന്നു. സത്യവിശ്വാസികളെ, നാം ഒരു വെള്ളിയാഴ്ചയിലാണ്. വെള്ളിയാഴ്ച ഒരു സമയമുണ്ട്. ആ സമയത്തൊരു വിശ്വാസി അള്ളാഹുവിനോട് എന്തെങ്കിലും ചോദിച്ചാൽ അള്ളാഹു അത് നൽകുക തന്നെ ചെയ്യുമെന്ന് പ്രവാചകർ പഠിപ്പിച്ചിട്ടുണ്ട്. നോമ്പുകാരന് ഒരിക്കലും തള്ളപ്പെടാത്ത ഒരു പ്രാർത്ഥനയുണ്ടെന്നും പ്രവാചകർ പഠിപ്പിച്ചു. അതേസമയം ഓരോ നിസ്കാരങ്ങൾക്കു ശേഷവും അള്ളാഹു ആകാശങ്ങളുടെ വാതിലുകൾ മലർക്കെ തുറന്ന് നമ്മുടെ പ്രാർത്ഥനകൾ സ്വീകരിക്കുമെന്നും പ്രവാചകർ പഠിപ്പിച്ചിട്ടുണ്ട്. നാം നോമ്പുകാലത്ത് അത്താഴത്തിനായി എഴുന്നേൽക്കുന്ന പുലർക്കാല വേളകളിൽ അള്ളാഹു ഇങ്ങനെ വിളിച്ചു പറയുമത്രേ, ഹൽ മിൻ സായിലിൻ ഫഉഅ്തിയഹു. ആരെങ്കിലും എന്തെങ്കിലും ചോദിക്കുന്നുണ്ടോ, ഞാനത് നൽകാൻ സന്നദ്ധനാണ് എന്ന്. ഈ സമയങ്ങളെ നാം ഉപയോഗപ്പെടുത്തുക. ആകാശഭൂമികളുടെ രക്ഷിതാവായ അള്ളാഹുവിനോട് ഉള്ളുരുകി പ്രാർത്ഥിക്കുക. അവനാണ് നമ്മോട് വാഗ്ദാനം ചെയ്തത്, വഖാല റബ്ബുകും ഉദ്ഉനി അസ്തജിബ് ലക്കും. നിങ്ങൾ എന്നോട് ചോദിക്കുക, ഞാൻ ഉത്തരം നൽകുമെന്ന് നിങ്ങളുടെ നാഥൻ പ്രഖ്യാപിച്ചിരിക്കുന്നു. ഫല്ലാഹുമ്മ യാ ഇലാഹന വ ഇലാഹ കുല്ലി ഷൈ യാ ഖാലിഖനൽ അളീം നദ്ഉക സായിമീൻ വഫീ റഹ്മതിക റാഗിബീൻ യാ മുജീബദ് ദഅവാത്ത്. അല്ലാഹുവേ, ഞങ്ങളുടെ രക്ഷിതാവേ, എല്ലാ വസ്തുക്കളുടെയും രക്ഷിതാവേ, എല്ലാം പടച്ച തമ്പുരാനെ, നോമ്പു നോറ്റ് നിന്റെ കാരുണ്യം പ്രതീക്ഷിച്ച് ഞങ്ങൾ നിന്നോട് ചോദിക്കുന്നു. പ്രാർത്ഥനകൾക്കുത്തരം നൽകുന്ന തമ്പുരാനെ, ഇഹ്ഫദിൽ ഇമാറാത്ത് വഹ്ഫൽ ഖിയാദതഹാ വഅഹ്ലഹാ വൽമുഖീമീന അലാ അർളിഹാ വഹ്ഫൽ ബർറഹാ വബഹ്റഹാ വഅർളഹാ വസമാഅഹാ വഅദിം ഇസ്തിഖ്റാറഹാ വഹ്റുസ്ഹാ ബിഐനികല്ലതീ ലാ തനാം. അല്ലാഹുവേ, ഈ നാടിനെ നീ കാക്കേണമേ. ഈ മണ്ണിൻ്റെ നേതാക്കളെയും ഇവിടെ ജീവിക്കുന്നവരെയും നീ സംരക്ഷിക്കണമേ. അല്ലാഹുവേ, ഈ നാടിൻ്റെ കടലും കരയും ആകാശവും ഭൂമിയും നീ കാത്തുകൊള്ളണമേ. അല്ലാഹുവേ, ഈ മണ്ണിൻ്റെ സുസ്ഥിരത നീ നിലനിർത്തണമേ. നിന്റെ കണ്ണുകൾ കൊണ്ട് ഈ നാടിനു നീ കാവലൊരുക്കണമേ. വഹ്മിഹ ബിഖുവ്വതികല്ലതീ ലാ തുലാം. ഒരിക്കലും എതിരിടാനാവാത്ത നിന്റെ കരുത്തുകൊണ്ട് ഈ നാടിനു നീ സംരക്ഷണമൊരുക്കണമേ. വസുൻഹ ബിസുൽത്താനിക്കൽ മനിയ. നിന്റെ അപ്രതിരോധ്യമായ ആധിപത്യം കൊണ്ട് ഈ മണ്ണിനെ നീ വലയം ചെയ്യണമേ. അല്ലാഹുമ്മ ഇന്നാ നസ്അലുക ബിനൂരി വജ്ഹികല്ലദീ അശ്റഖത് ലഹുസ് സമാവാതു വൽ അർദ്. അല്ലാഹുവേ, ആകാശഭൂമികളെ പ്രകാശപൂരിതമാക്കുന്ന നിന്റെ വെളിച്ചം കൊണ്ട് അല്ലാഹുവേ, ഞങ്ങൾ നിന്നോട് ചോദിക്കുന്നു, അൻ തജ്അല ബലദനൽ ഇമാറാത്ത് ഫീ ഹിർസിക വഹിഫ്ലിക്. ഈ നാടിനെ നീ നിന്റെ കരുതലിലും കാവലിലുമാക്കണമേ തമ്പുരാനെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.